ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അലൻ എക്സ്പ്ലെയിനർ. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഇമ്മൻസി ചാനൽ എപ്പിസോഡ് 13 ആണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇന്നലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ എഡിറ്റ് വെച്ച ഫയൽ ക്രാഷ് ആയി പോയിട്ടായിരുന്നു. അതിന് മെനിങ് ചെറിയ റെസ്റ്റ് ആയിരുന്നു എനിക്ക്. ഞാൻ അതൊക്കെ അപ്പോൾ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് കാണുന്നവരൊക്കെ അത് കണ്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ ഡെൽറ്റ കൊന്ന് വെള്ളത്തിയിട്ട് നെൽസൺ തിരിച്ച് റീജനറേറ്റ് ആയിട്ട് മോളിലോട്ട് വരികയാണ് അവരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ തന്നെ അവിടെ മൊത്തം വെള്ളം വെളിച്ചു വന്നതിന് ശേഷം എല്ലാവരും അങ്ങോട്ടും സ്പ്ലിറ്റ് ആവുകയാണ്. നെൽസണിന് മറ്റവർക്കും എന്ത് പറ്റിയെന്ന് അറിയില്ല എന്ന് ആൽഫോളെ മനസ്സിൽ പറയാണ്. അപ്പൊ തന്നെ മറ്റേ നെൽസൺ പറഞ്ഞ അങ്ങേര് വന്നതിന് ശേഷം കുറെ ക്ലോൺസ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അങ്ങേര് പറയാണ് ഇത് എന്റെ സ്ഥലമാണ്, ഇവിടെ നിന്ന് ഇനി ആരും ജീവനോടെ പോവില്ല എന്ന് അയാൾ പറയാണ്. അപ്പൊ ഡെൽറ്റ അയാൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അടുത്ത് പോകുമ്പോൾ അയാൾ തിരിച്ച് അറ്റാക്ക് ചെയ്യണം. അപ്പൊ ഡെൽറ്റ അവളെ കൈ നോക്കുമ്പോൾ അവളെ കയ്യിൽ എന്തോ പോലെ ആവുകയാണ്. അപ്പൊ അയാൾ പറയാണ് എന്റെ അടുത്ത് വന്ന് ആരെങ്കിലും അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ എന്റെ ഒപ്പോണിന്റെ പവർ മൊത്തം എന്റെ സ്യൂട്ട് വലിച്ചെടുക്കും, അതാണ് എന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്നാൽ നെൽസൺ പറഞ്ഞുള്ളവൻ അവരോട് പറയാണ്. എന്നും പറഞ്ഞ അയാൾ കുറച്ചും കൂടെ കൂടുതൽ ക്ലോൺസ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അയാൾ തന്നെ ഒരുപാട് ക്ലോൺസർ വന്നുകൊണ്ട് തന്നെ അവിടെ ഡെൽറ്റ ഭയങ്കര സന്തോഷപ്പെടുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഹീറോനെയും പിന്നെ അറോറേനെയും കാണിക്കുകയാണ്. അപ്പൊ അറോറയും ഹീറോയും കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും താഴെ മുകളിലുമാണ്. നമ്മളിപ്പോ എന്താ ചെയ്യുന്നത് കണ്ടുകൂടെ നടക്കുകയാണ്. ഓഹോ ഇങ്ങനെയാണോ നടക്കുന്നത്. അവിടെ നിന്ന് കട്ട് ചെയ്ത് അപ്പൊ തന്നെ അവർ വേറെ സ്ഥലത്തോട്ട് വീഴുകയാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച്. ഹീറോന്റെ മുകളിൽ കൂടെയാണ് അറോറ വീഴുന്നത്. അപ്പൊ ഹീറോ പറയാണ് നിനക്കൊരു കാര്യം അറിയാമോ, നിനക്ക് ഭയങ്കര വെയിറ്റ് ആണ്. അപ്പൊ അറോറ പറയാണ് ഹേ ഇതൊന്നും പുറത്ത് പറയാൻ പാടില്ല. സോ അപ്പം ഇതും ഒരു ബാറ്റിൽ ഫീൽഡ് ആയിരിക്കും അല്ലേ. അപ്പോഴാണെങ്കിൽ അവള് പറയാണ് അതെ ഇതൊരു ബാറ്റിൽ ഫീൽഡ് ആണ്. നോക്കുമ്പോൾ അവിടെ കുട്ടി അറോറ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റത്തേക്ക് ഇതിന്റെ സോഡും തരാവോ എന്നും പറഞ്ഞിട്ട് അറോറ അവന്റെ സോഡും വാങ്ങിച്ചുകൊണ്ട് അവളുടെ അടുത്തോട്ട് പോവുകയാണ്. അപ്പൊ അറോറ സോഡും എടുത്തോണ്ട് അവളെ കുട്ടി അറോറനെ കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ അവിടെ നിറച്ച് സോംബീസ് വരികയാണ്. ചത്തുപോയി അവരൊക്കെ തന്നെയാണ്. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ, എനിക്ക് വല്ലതും പറ്റുകയാണെങ്കിൽ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് മറ്റേ വൈറ്റ് റൂമിൽ തന്നെ തുടങ്ങേണ്ടി വരും എന്ന് അറോറ പറയാണ്. ഇനി ഇതുവെല്ലാം ഒരു സിസ്റ്റം വൈറസ് ആണോ എന്ന് അറോറ അവനോട് ചോദിക്കണം. അപ്പോഴാണ് ഈ ഷാഡോ പറയാണ് എനിക്കിത് അറിയില്ല, കാര്യം നീ പറഞ്ഞിട്ടൊക്കെ ഞാൻ അറിയുന്നത്. പിന്നെ എങ്ങനെയാണ് മരിച്ചുപോയവരൊക്കെ തിരിച്ച് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഹീറോ ചോദിക്കുകയാണ് അതും എനിക്ക് അറിയില്ല. അവിടെ നിന്ന് കട്ട് ചെയ്ത് എക്സലും പിന്നെ വേറെ കുറച്ച് പെൺകുട്ടികൾ ഒരുമിച്ച് തന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയും ഒരു സോംബിനെ പോലത്തെ ഒരാൾ വരികയാണ്. എല്ലാവരും ഒന്ന് അലേർട്ട് ആവുന്നുണ്ട്. അപ്പൊ എക്സൽ പറയാണ് നിങ്ങളൊന്നും ചെയ്യേണ്ട എന്നും പറഞ്ഞിട്ട് എക്സലാണെങ്കിൽ അയാൾ ആ ജീവിന്റെ അടുത്ത് പോയി നിൽക്കുകയാണ്. അപ്പോഴെങ്കിൽ ജീവിയാണെങ്കിൽ അവൾ ഉള്ളിൽ കൂടെ ഇറങ്ങി പിറകിലോട്ട് പോവുകയാണ്. പേടിക്കേണ്ട, അതൊരു മെമ്മറിയാണ്, കാര്യം ഈ ഒരു സ്ഥലത്ത് ഒരുപാട് മെമ്മറീസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഗോൾഡ് ട്രയൽസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. കാണുമ്പോൾ എനിക്കും എന്റെ പഴയകാലം ഓർമ്മ വരുന്നുണ്ട്, കാര്യം ഞാനും പൊസസ് ആയിട്ടുള്ളതല്ലേ എന്നും പറഞ്ഞിട്ട് അവിടെ ഫ്ലാഷ് ബാക്ക് അവൾ ആലോചിച്ച് നോക്കുകയാണ്. അപ്പൊ ഹീറോ ആണ് ഇവളെ രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഈ ഗ്രൂപ്പിലാക്കിയത്. അതിനെ താങ്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഹീറോനെ വളയ്ക്കാൻ നടക്കുന്നത് എന്ന് എക്സൽ അവളെ മനസ്സിൽ ആലോചിക്കുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് ഒരു ലൈബ്രറി കാണിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് ലോഡ് ഷാഡോനെ കണ്ടില്ലെങ്കിൽ നമ്മളുടെ വിധിയും ഇതുപോലൊക്കെ തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ വിചാരിച്ചിട്ട് കാട്ടിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാം കളക്ട് ചെയ്തുതരാം എന്ന് എക്സൽ എല്ലായിടത്തും പറയുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ബുക്കും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം എല്ലാ ബുക്കിനും നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം നീ വാങ്ങിച്ച ആ ഒരു ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയാണ് എക്സൽ അവരിരിക്കുന്ന പെൺകുട്ടീനോട്. ഈ ഒരു ക്യാമറയുടെ സംഭവം നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ പല നിറത്തിൽ ഈ ഒരു പേപ്പറിൽ അച്ചടിച്ച് നമുക്ക് തരുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ ആ ഫോട്ടോനെയാണ് ആ പെൺകുട്ടി പറയുന്നത്. എല്ലാത്തിനും കാരണം ലോഡ് ഷാഡോ നമ്മൾ കണ്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്ര അഡ്വാൻസ് ടെക്നോളജി ഒന്നും കാണില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ എല്ലാവരുടെ മാജിക്കൽ കോസ്റ്റ്യൂംസ് അങ്ങോട്ടും ഇങ്ങോട്ടും അലിഞ്ഞു പോകാൻ തുടങ്ങിയാണ്. കാരണം എന്താ വെച്ചാൽ അവരെ ഒരു മാജിക്കൽ കോറിന്റെ അടുത്തായതുകൊണ്ട് തന്നെ അവരെ പവേഴ്സ് ഒക്കെ ആ ഒരു കോർ വലിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഹീറോനെയും പിന്നെ അറോറേനെയും കാണിക്കുകയാണ്. അപ്പൊ ഹീറോയും അറോറയും അവിടെ ഇരുന്ന എല്ലാ സോംബീസിനെയും വെട്ടിയിട്ട് കളിച്ച് നടക്കുകയാണ്. എനിക്ക് ബോറടിച്ചു തുടങ്ങി. അപ്പോഴാണെങ്കിൽ അവൾ പറയുന്നുണ്ട് അത് എനിക്കും ബോറടിച്ചു തുടങ്ങി. അപ്പോഴാണെങ്കിൽ അവൻ അവളോട് പറയുന്നുണ്ട് അതിന്റെ ഫൈറ്റിംഗ് സ്റ്റൈല് കാണുമ്പോൾ എനിക്ക് ഗൊറില്ലയാണ് ഓർമ്മ വരുന്നത്. അപ്പോഴാണെങ്കിൽ അവള് പറയാണ് നീ ഇപ്പൊ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുരങ്ങനല്ലേ വിളിച്ച്. അപ്പൊ അവൻ പറയുന്നുണ്ട് അതൊന്നുമില്ല മൈൻഡ് ആക്കണ്ട. അപ്പോഴാണെങ്കിൽ അവിടെ വീണ്ടും കുറെ സോംബീസ് വരുന്നുണ്ട്. അപ്പൊ അവള് പറയുന്നുണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇത് വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഹീറോ സോർ എടുത്തതിന് ശേഷം ആ കുട്ടി അറോറനെ എടുത്തതിന് ശേഷം അവൻ പറയാണ് സോറി അറോറ എന്നും പറഞ്ഞിട്ട് ആ ഒരു കൊച്ചിനെ അവൻ വെട്ടുകയാണ്. അതിന്റെ അടുത്ത സെക്കൻഡിലെ അവർ രണ്ടുപേരും വേറെ സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പൊ ഹീറോ പറയുന്നുണ്ട് നിനക്കും ഒന്നും പറ്റില്ല എനിക്കൊന്നും പറ്റില്ല, ഭാഗ്യം വേണ്ടത്. അതിരിക്കട്ടെ അതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് ഹീറോ അറോറനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അറോറ പറയുന്നുണ്ട് അതാണ് സെൻസേവിയർ സെക്ടർ, അതാണ് സ്വാർഡ് സെൻസേവിയറിന്റെ. അവിടെ നിന്ന് കട്ട് ചെയ്ത് ആ ഫൈറ്റർ എന്ന സ്ഥലം കാണിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ നെൽസന്റെ കുറെ ക്ലോൺസ് ഡെൽറ്റ കോമ്പിനേഷൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രാന്തുടിച്ച രൂപത്തിനെ പോലെ. ഇതിനൊട്ടും ചാൻസ് ഇല്ല, കാര്യം ഈ ഒരു ടെക്നിക് ഒക്കെ വർഷത്തിന് മുമ്പ് തന്നെ എല്ലാവരും മറന്നൊരു ടെക്നിക്കാണ്. എന്നിട്ടും നിനക്കിത് അറിയാവോ. അപ്പോഴാണെങ്കിൽ ആൽഫ പിറകെ എന്നുകൊണ്ട് വേറൊരു ക്ലോണിനെ കൊല്ലുകയാണ്. അതുകൊണ്ട് പേടിച്ച നെൽസൺ ആണെങ്കിൽ ഇനിയും കുറെ ക്ലോൺസിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഡെൽറ്റ ആണെങ്കിൽ അവൾ മാജിക് യൂസ് ചെയ്തതിനു ശേഷം വലിയൊരു സോഡ് ഉണ്ടാക്കിയതിനു ശേഷം ആയിരിക്കുന്ന എല്ലാ ക്ലോൺസിനെയും കൊല്ലുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഹീറോനെയും അറോറേനെയും കാണിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഹീറോ അറോറേനോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ട. അപ്പൊ അറോറ പറയുന്നുണ്ട് ഈ ഒരു ഡോറിന്റെ അപ്പുറത്താണ് മാജിക്കൽ കോർ ഉള്ളത്, ആ കോർ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്ന ചങ്ങലെല്ലാം നമുക്ക് പൊളിക്കണം. അപ്പൊ ഹീറോ പറയാൻ നമ്മളേക്കുന്ന ഈ സോഡ് വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ സോഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ സോഡ് ആയിരിക്കും പൊളിയാൻ പോകുന്നത്. കൂട്ടുന്നൊരു സാധനം ഉണ്ടെങ്കിൽ താക്കോലും അതിന്റെ അടുത്ത് തന്നെ കാണും എന്ന് ഈ സോഡി കൊടുത്തിട്ടുണ്ടെന്ന് അറോറ അവനോട് പറയാണ്. അപ്പൊ അവൻ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു സോഡ് വെച്ചായിരിക്കണം ഈ ഒരു ചങ്ങലെല്ലാം പൊളിക്കാൻ വേണ്ടി. ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു ബാറിനെ നമുക്ക് പൊളിക്കാൻ പറ്റില്ല, അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ ഈ ഒരു സോണിനെ ലിഫ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഹീറോനെ ലിഫ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ പക്ഷെ അവനൊന്നും പറ്റുന്നില്ല, എടുക്കാൻ പോലും പറ്റുന്നില്ല അവന്. അപ്പോൾ അറോറ ഒരു സംഭവം കാണുകയാണ്. അപ്പോൾ അറോറ പറയുന്നുണ്ട് വെയിറ്റിന്റെ താഴെ നീ എടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്തോ എഴുതി കാണിക്കുന്നുണ്ട്, തിരഞ്ഞെടുത്തിരിക്കുന്ന ആൾക്ക് മാത്രമേ ഈ സോഡ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് ഹീറോ കൈയെടുത്ത് മാറ്റുമ്പോൾ അതിന്റെ ഒരു പിടിയിൽ ചെറിയ ക്രാക്ക് വരുന്നുണ്ട്. എനിക്ക് അപ്പോഴേ തോന്നി ഇവിടുത്തെ എങ്ങനത്തെ മാജിക് ഒക്കെ യൂസ് ചെയ്യണം, എങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ എന്നൊക്കെ എനിക്കറിയാം. അപ്പോഴാണെങ്കിൽ അറോറ പറയുന്നുണ്ട് ഓ നിനക്കറിയാവോ എന്ന് പറഞ്ഞിട്ട് അവരുടെ അവിടെ ഇരുന്നതിന് ശേഷം ഒരു കഥ പറയാൻ തുടങ്ങുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ആ ഒരു ഫൈറ്റിംഗ് ഫീൽഡ് കാണിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അവിടെ ഡെൽറ്റ ആണെങ്കിൽ ആ നെൽസിന്റെ എല്ലാ ക്ലോൺസിനെയും വളരെയധികം വയലന്റ് ആയിട്ട് എല്ലാത്തിനെയും കൊല്ലുന്നുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഇവള് ഷാഡോ പറയുന്ന ആ ഒരു ഓർഗനൈസേഷനിലാണ് ഉള്ളത്. അപ്പോഴാണെങ്കിൽ അടുത്തേക്ക് അവൾ ചോദിക്കുന്നുണ്ട് എന്താണ്. അപ്പോഴാണെങ്കിൽ അലക്സിയ പറയുന്നുണ്ട് ഷാഡോക്ക് ആണെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള സ്റ്റൈല് കാണില്ല, പക്ഷെ ഇവക്കാണെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഫൈറ്റിംഗ് സ്റ്റൈൽ മാത്രമേ ഉള്ളൂ. അവളാണെങ്കിൽ അത് വെച്ച് വളരെ അധികമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഓ അങ്ങനെയാണോ എന്നാലോ പറയുന്നുണ്ട്. തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ അവരെവിടെയാണ് സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെ എല്ലാവരും വരുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് ഡെൽറ്റ വരെ. നിങ്ങൾ എങ്ങനെയാണ് എന്റെ ക്ലോൺസിലെല്ലാം കൊന്ന്. അപ്പോഴാണെങ്കിൽ ആൽഫ അവള് സോഡ് എടുത്തുകൊണ്ട് ഫ്രണ്ടിലോട്ട് പോവുകയാണ്. ഇത് കണ്ട് നെൽസൺ പേഴ്സ് പുറകിലോട്ട് പോവുകയാണ്. എന്നിട്ട് ആൽഫ പറയുന്നുണ്ട് ഒരു കാലത്ത് നീ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു, അങ്ങനെ നീ ഒരുപാട് ക്ലോൺസിനെ ഉണ്ടാക്കി. ആ ഒരുപാട് ക്ലോൺസിനെ ഉണ്ടാക്കിയാൽ മാത്രമേ ചെയ്തോളൂ, പക്ഷെ അവർക്ക് വേണ്ട കാര്യം നീ ചെയ്തില്ല. വേറൊന്നുമല്ല, അവർക്ക് നീ ബുദ്ധി കൊടുത്തില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ സ്വന്തം ചിന്തിക്കാനും പറ്റുള്ളൂ. അപ്പോഴാണെങ്കിൽ നെൽസൺ പിറകെ പൊക്കോണ്ട് ആ ഒരു ഒലീവിയനെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അയാൾ പറയുന്നുണ്ട് അതെ ഒലീവിയ തന്നെയാണ്, ഒലീവിയ പെട്ടെന്ന് വരൂ എന്ന് പറഞ്ഞിട്ട് ഒലീവിയനെ അയാൾ വിളിക്കുകയാണ്. അപ്പൊ തന്നെ അവിടെ ഹീറോയിൻ ഒലീവിയ വരുന്നുണ്ട്. അപ്പൊ അവിടെ കുറെ പെൺകുട്ടികൾ വന്നതിന് ശേഷം ആൽഫിനോട് പറയുന്നുണ്ട് മിസ് ആൽഫ നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആൽഫ പറയുന്നുണ്ട് അപ്പൊ ഇവിടെ നിന്നിട്ട് കാര്യം നമുക്ക് ഇവിടെ നിന്ന് പോവാം. അപ്പോഴാണെങ്കിൽ നെൽസൺ അവളെ പിറകെ നിന്ന് വിളിക്കുന്നുണ്ട് നിങ്ങളൊക്കെ എങ്ങോട്ടാ പോകുന്നത്, വാ നമുക്ക് ഫൈറ്റ് ചെയ്യാം. അപ്പോഴാണെങ്കിൽ ആൽഫ പറയുന്നുണ്ട് ആർക്കും വേണ്ടാത്ത ഒരുപാട് വേസ്റ്റ് മെമ്മറി ആയിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആൽഫ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ ആൽഫ ആണെങ്കിൽ ഡെൽറ്റയെ വിളിക്കുന്നുണ്ട്. ഡെൽറ്റ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ഒരു പെൺകുട്ടി വന്നതിന് ശേഷം അലക്സിയനെയും അലോവേനെയും പിന്നെ റോസിനെയും വിളിക്കുകയാണ്. അപ്പോൾ ഈ റോസ് ആണെങ്കിൽ പോവുകയാണ്. അപ്പോൾ റോസ് പോകുന്നതിന് മുമ്പ് അവരടുത്തൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ വരുന്നെങ്കിൽ വന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേ ചെയ്യും. ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും വരണ്ട, നിങ്ങളോട് നിൽക്കാൻ പറയുകയാണ്. എന്നിട്ട് റോസ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴാണെങ്കിൽ അവിടെ ഇരിക്കുന്ന എല്ലാവരും ആ സ്ഥലത്ത് നിന്നും പോകുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ കിളവൻ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആൽഫ എന്ന് പറഞ്ഞ പെൺകുട്ടീൻ്റെ രക്തം എടുക്കണം, കാര്യം ആ ഒരു പെൺകുട്ടിയുടെ രക്തം ഉണ്ടെങ്കിൽ നിന്റെ രക്തത്തോടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് പിൽസ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നെൽസൺ ഫ്രണ്ടിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പം അവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ്. ആ നോട്ടിഫിക്കേഷൻ കണ്ട് അങ്ങനെ ഒരു നെട്ടിപ്പോവുകയാണ്. കാര്യം അവരെല്ലാം പോയിരിക്കുന്ന അവരൊരിക്കലും പോകാൻ പാടുള്ള സ്ഥലത്താണ് പോയിരിക്കുന്നത്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഹീറോനെയും പിന്നെ അറോറേനെയും കാണിക്കണം. അപ്പോഴെങ്കിൽ അറോറയും ഹീറോയും കുറേ ഗെയിംസ് കളിച്ചതിന് ശേഷം അവിടെ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഹീറോ ആണെങ്കിൽ അവൻ്റെ മാജിക് ഉപയോഗിച്ച് ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ വേണം ഒരു സിനിമ എടുക്കാൻ വേണ്ടി. കാര്യം ഈ ഒരു സമയത്ത് ഒരു വില്ലൻ വരും. അപ്പോഴാണെങ്കിൽ ഹീറോ ഒരു മാസ് എൻട്രി കൊടുക്കും. അപ്പോൾ തന്നെ അവിടെ കിളവനും പിന്നെ ഹീറോയിനും വരികയാണ്. അപ്പോഴാണെങ്കിൽ ഹീറോ ആലോചിക്കുകയാണ് ഈ ഒരു സമയത്താണെങ്കിൽ ഇയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു ദേവതയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇയാൾ വല്ല മെയിൻ ക്യാരക്ടറും ആയിരിക്കുമെന്ന് ഹീറോ അവൻ്റെ മനസ്സിൽ ആലോചിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഹീറോ അവളോട് ചോദിക്കുകയാണ് എനിക്ക് ഈ കിളവനെ അറിയാവോ. അപ്പോഴെങ്കിൽ അവൾ പറയുന്നുണ്ട് ഇല്ല എനിക്കറിയില്ല. അപ്പോഴെങ്കിൽ ഹീറോ പറയുന്നുണ്ട് എനിക്ക് ആ പെൺകുട്ടി എവിടെയോ കൊണ്ട് പരിചയമുണ്ട്, കാര്യം അവളെയും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇവർ രണ്ടും കാണാൻ ഒരുപോലെ ഇരിക്കുന്നത്. നിങ്ങൾ ഇവിടെ എന്തിനാണ് വന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ എന്തായാലും തിരിച്ച് ജീവനോടെ പോവില്ല എന്നാൽ കിളവൻ അവരോട് പറയുകയാണ്. എന്നും പറഞ്ഞിട്ട് ആ ഒരു ഒലീവിയ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഹീറോ ആണെങ്കിൽ ആ ഒരു ഒലീവിയനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷേ ഹീറോ ആണ് ഒലീവിയനെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വാങ്ങുന്ന, കാര്യം ഒലീവിയ ഹീറോനെ കാട്ടി സ്ട്രോങ്ങർ ആയിരുന്നു. അപ്പോഴാണെങ്കിൽ അയാൾ ചോദിക്കുന്നുണ്ട് നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ. അപ്പോഴാണെങ്കിൽ ഹീറോ ചിരിക്കുകയാണ്. അതിനുശേഷം ഹീറോനെ വീണ്ടും ആ ഒരു ഒലീവിയ അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷേ ഈ ഒരു അറ്റാക്കിൽ ഹീറോനെ തീർത്ത് ചെറിയ മുറിവൊക്കെ ഒലീവിയ വരുത്തുന്നുണ്ട്. നീ വീണ്ടും ജീവനോടെ ഉണ്ടോ എന്നാൽ കിളവൻ അവനോട് ചോദിക്കണം. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് അതെ എനിക്ക് ഇപ്പോഴും ജീവനുണ്ട്, കാര്യം എനിക്ക് സംസാരിച്ച് ഫൈറ്റ് ചെയ്യണം ഏറ്റവും കൂടുതൽ ഇഷ്ടം, പക്ഷേ ഈ ഒരു പെൺകുട്ടി എന്നോട് സംസാരിക്കുന്ന പോലുമില്ല. ഒലീവിയ പോയി അവനെ കൊല്ല് എന്നാൽ കിളവൻ ആ ഒരു ഒലീവിയയ്ക്ക് ഓർഡർ കൊടുക്കുകയാണ്. അപ്പോഴാണെങ്കിൽ പെട്ടെന്ന് അവൻ ഫൈറ്റ് ചെയ്യാൻ മുമ്പോട്ട് പോകുമ്പോൾ അറോറ വന്ന് ഇടയ്ക്ക് നിൽക്കുകയാണ്. എന്നിട്ട് അറോറ അവനോട് പറയുകയാണ് ഇപ്പോൾ തന്നെ എനിക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തു തന്നു, അതുപോലെ തന്നെ ഒരുപാട് മെമ്മറീസ് എനിക്ക് തന്നു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഇനി നീ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ട, നിന്റെ ജീവൻ എനിക്ക് വേണ്ടി കളയണ്ട, കാര്യം ഒരു മാജിക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരിക്കലും ഒരു ദേവതനെ ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൾ മുമ്പിലോട്ട് പോവുകയാണ്. അപ്പോഴാണെങ്കിൽ ഹീറോ പറയുന്നുണ്ട് ഹേയ് വിച്ച് നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇല്ല എന്നെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് നെൽസൺ വന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ട് സംസാരിച്ച കാര്യം ഇതാണ് നിങ്ങൾ ലാസ്റ്റ് സംസാരിക്കുന്ന കോൺവെർസേഷൻ, വലിയൊരു പറയുന്ന കേൾക്കടാ നീ ആദ്യം ഒന്ന് ഫൈറ്റ് എന്ന് അയാൾ അവൻ്റെ അടുത്ത് പറയണം. അപ്പോൾ ആണെങ്കിൽ അവൻ പറയുന്നുണ്ട് തിരിച്ച് പറയുന്നുണ്ട് എടോ കിളവ അത്താതെ അവിടെ മിണ്ടാകുന്നില്ല. ഇത് കണ്ട് ദേഷ്യം പിടിച്ച അയാളാണെങ്കിൽ ഒലിവിയനോട് പറയാണ് ഒലിവിയ പോയി അവനെ കൊല്ല്. അപ്പോൾ തന്നെ ഒലിവിയ പോയിട്ട് ഹീറോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഹീറോയുടെ ദേഹത്ത് വലിയൊരു ഇഞ്ചുറി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ തന്നെ ഹീറോനെ മനസ്സിൽ ആലോചിക്കുകയാണ് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ ഹീറോനെ കണ്ണിലൊരു വെളിച്ചം വരുന്നുണ്ട്. അവിടെ വെച്ച് എപ്പിസോഡ് 13 എൻഡ് ആവുകയാണ്. അടുത്ത എപ്പിസോഡ് ഒരു കിടിലം എപ്പിസോഡ് ആവുന്നതിനെ പ്രതീക്ഷിക്കാം, കാര്യം ഈ ഒരു എപ്പിസോഡ് നിർത്തിയിരിക്കുന്ന ഒരു വലിയൊരു ക്ലിഫ് ഹാങ്ങറിലാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കൂടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള ഇമ്മൻസിൻ ചാനലിന്റെ മലയാളം എക്സ്പ്ലനേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഗൈസ് ഇമ്മൻസിൻ ചാനൽ ശേഷം നിങ്ങൾക്ക് വേറെ ഏത് എനിമി കാണുന്ന വെച്ചാൽ താഴെ കമന്റ് ചെയ്യേണ്ടതാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ നാളെ എപ്പിസോഡ് 14 കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് അലൻ എക്സ്പ്ലെയിനർ സൈനിങ് ഔട്ട്.